അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും ഷഫീഖ് EP എന്ന ചാനലിലെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2ാം ക്ലാസ്സിൻ്റെ ഫിഖ്ഹ് എന്ന വിഷയത്തിൽ പാദവാർഷിക പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പാഠം നോക്കാം. ഇസ്ലാം കാര്യങ്ങൾ. അപ്പോൾ ഇസ്ലാം കാര്യങ്ങൾ 5 അപ്പം ഓരോന്ന് നോക്കാം. ഒന്നാമത്തത് ഷഹാദത്ത് കലിമ രണ്ടും അർത്ഥം അറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് ചൊല്ലുക. രണ്ടാമത്തത് 5 സമയത്തെ നിസ്കാരം നിലനിർത്തുക. 3 സക്കാത്ത് കൊടുക്കുക. 4 റമദാൻ മാസം മുഴുവനും നോമ്പ് നിൽക്കുക. 5ാമത്തത് ഹജ്ജ് ചെയ്യുക. അപ്പം ഈ ഒരു ഭാഗത്തു നിന്നും നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ 2 ഷഹാദത്ത് കലിമ പഠിച്ചു പോവുക. ഒന്നാമത്തത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? തീർച്ചയായും അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹൻ മറ്റാരുമില്ലെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് വ്യക്തമാക്കി പറയുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ ഷഹാദത്ത് കലിമ വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, തീർച്ചയായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂൽ ആണെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് വ്യക്തമാക്കി പറയുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അതിൽ നിന്നും ഏത് രൂപത്തിലാണ് ഈ ചോദ്യങ്ങൾ വരിക എന്ന് നോക്കാം. അപ്പം ക്രമത്തിൽ നമ്പർ ഇടാം എന്നുള്ള രൂപത്തിലാണ് ഇവിടെ വന്നത്. 2 ഷഹാദത്ത് കലിമയും ഓർഡർ തെറ്റിച്ചിട്ടാണ് തന്നത്. അപ്പോൾ അത് കറക്റ്റ് ഓർഡറിലാക്കിയിട്ട് നമ്പർ ഇടാനാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എങ്ങനെയാണ്? അല്ലാ ഇലാഹ അല്ലാഹു അഷ്ഹദു ഇല്ല. അപ്പോൾ അത് ഓർഡറാക്കി എഴുതുമ്പോൾ എങ്ങനെ വരും? അഷ്ഹദു എന്നുള്ളതിന് 1ാമത്തെ നമ്പറും അല്ലാ ഇലാഹ എന്നുള്ളതിന് 2, അതുപോലെ ഇല്ല എന്നുള്ളതിന് 3, അല്ലാഹു എന്നുള്ളതിന് 4. അപ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വരും. ഇനി രണ്ടാമത്തത് അന്ന റസൂലുള്ളാഹി മുഹമ്മദൻ വ അഷ്ഹദു. അപ്പോൾ അത് നമ്പർ കറക്റ്റ് നമ്പർ ഇടുമ്പോൾ വ അഷ്ഹദു എന്നുള്ളതിന് 1ാം നമ്പർ, അന്ന എന്നുള്ളതിന് 2, അതുപോലെ മുഹമ്മദൻ എന്നുള്ളതിന് 3, റസൂലുള്ളാഹി എന്നുള്ളതിന് 4. അപ്പോൾ ഓർഡറിൽ വായിക്കുമ്പോൾ വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് വരും. അതുപോലെ രണ്ടാമത്തെ ഒരു പ്രവർത്തനം യോജിപ്പിക്കാം എന്നുള്ളതാണ്. റമദാൻ മാസം. അപ്പോൾ ഈ റമദാൻ മാസം എന്നുള്ളതിനോട് യോജിച്ചത് എന്താണ്? നിസ്കാരം എന്നുള്ളതാണോ, അല്ലെങ്കിൽ നോമ്പ് നോൽക്കൽ എന്നുള്ളതാണോ, 2 ആകുന്നു എന്നുള്ളതാണോ, അല്ലെങ്കിൽ 5 ആകുന്നു എന്നുള്ളതാണോ? ഏതാണ് ശരി? റമദാൻ മാസം നോമ്പ് നോൽക്കൽ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നോമ്പ് നോൽക്കൽ എന്നുള്ളതിന് നേരെ വരച്ചു കൊടുക്കുക. രണ്ടാമത്തത് ഇസ്ലാം കാര്യങ്ങൾ. ഇസ്ലാം കാര്യങ്ങൾ 5 ആകുന്നു അല്ലേ? അപ്പോൾ 5 ആകുന്നു എന്നുള്ളതിന് നേരെ വരച്ചു കൊടുക്കുക. മൂന്നാമത്തത് 5 സമയം. 5 സമയം നിസ്കാരം. അപ്പോൾ നിസ്കാരം എന്നുള്ളതിന് നേരെ വരച്ചു കൊടുക്കുക. അതുപോലെ ഷഹാദത്ത് കലിമ. ഷഹാദത്ത് കലിമ 2 ആകുന്നു എന്നുള്ളതിന് നേരെ വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് 2ാമത്തെ പാഠഭാഗം നോക്കാം. നിസ്കാരം. അപ്പോൾ നിസ്കാരം എന്നുള്ള പാഠത്തിൽ ഏതെല്ലാം ചോദ്യങ്ങൾ വരും? നിസ്കാരം ഏറെ പുണ്യമുള്ള ഇബാദത്താണ്. നിസ്കരിക്കുന്നവനെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അത് 5 സമയങ്ങളിലായി നിർവഹിക്കേണ്ടതാണ്. പിന്നെ നിസ്കാരങ്ങളുടെ ക്രമം ചോദിക്കും. ആദ്യം ഏതാണ്? ളുഹറാണ്. രണ്ടാമത്തത് അസർ, 3 മഗ്രിബ്, 4 ഇശാ, 5 സുബ്ഹി. ഇനി അടുത്തത് പൂർത്തിയാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇപ്പോൾ ഓർഡറിൽ നിസ്കാരത്തിൻ്റെ ക്രമം പഠിച്ചല്ലോ. അപ്പം ചില സ്ഥലത്ത് നിസ്കാരം കൊടുക്കും, ചില സ്ഥലത്ത് നമ്മൾ എഴുതേണ്ടി വരും. ആ രൂപത്തിലൊക്കെ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇവിടെ ഒരു പ്രവർത്തനം പൂർത്തിയാക്കാം എന്നുള്ളതാണ്. ളുഹർ കഴിഞ്ഞിട്ട് 2 എന്ന് നമ്പർ ഇട്ടിട്ട് ചിലപ്പോൾ അവിടെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അവിടെ നമ്മൾ എന്ത് എഴുതി കൊടുക്കുക? അസർ എന്ന് എഴുതി കൊടുക്കേണ്ടി വരും. അതുപോലെ മഗ്രിബ് എന്ന് അവിടെ കഴിഞ്ഞു. ഇശാ എന്നുള്ളിടത്ത് നമ്മൾ എന്താക്കണം? ഇശാ എന്ന് എഴുതി കൊടുക്കേണ്ടി വരും ക്രമത്തിൽ. 5ാമത്തത് സുബ്ഹി. അപ്പം അത് കറക്റ്റ് പഠിച്ചു പോവുക. 5 വക്ത് നിസ്കാരങ്ങളുടെ സമയം, ആ ഒരു ക്രമം കറക്റ്റ് പഠിച്ചു പോവുക. അതിൽ നിന്നും ചോദ്യം പ്രതീക്ഷിക്കാം. ഇനി 3ാമത്തെ പാഠം എങ്ങനെയാണ് വുളൂ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ 1ാമത്തെ പ്രവർത്തനം, അതിൽ 1ാമത്തെ പ്രവർത്തനം നോക്കാം. വുളൂ തുടങ്ങുമ്പോൾ കരുതേണ്ടത്.
അപ്പോൾ വുളൂ തുടങ്ങുമ്പോൾ കരുതേണ്ടത് എന്താണ്? വുളൂഇൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്നുള്ളതാണ്. അതുപോലെ രണ്ടാമത്തത് മുഖം കഴുകുമ്പോൾ കരുതേണ്ടത് എന്താണ്? വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് വുളൂയിൽ 2 നിയ്യത്തുകളാണുള്ളത്. ഒന്ന് വുളൂവിൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്നുള്ളതും രണ്ടാമത്തത് വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്നുള്ളതും. അഥവാ വുളൂ എന്ന ഫർളിനെ വീട്ടുന്നു എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ വുളൂ തന്നെ ശരിയാകാതെ വരും. അപ്പം അത് നിർബന്ധമായിട്ടും പഠിച്ചു പോവുക. ഇനി മൂന്നാമത്തത് വായിൽ വെള്ളം കൊപ്പിളിക്കുന്നതോടൊപ്പം ചെയ്യേണ്ടത്. ഇപ്പോൾ വായിൽ വെള്ളം കൊപ്പിളിക്കുന്നതോടൊപ്പം ചെയ്യേണ്ടത് എന്താണ്? മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക. മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക എന്നുള്ളതാണ് വായിൽ വെള്ളം കൊപ്പിളിക്കുന്നതോടൊപ്പം ചെയ്യേണ്ട പ്രവൃത്തി. ഇനി നമുക്ക് പാഠം 4 നോക്കാം. അതിൽ നിന്നും ഏതെല്ലാം ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന്. അപ്പം വുളൂ മുറിയുന്ന കാര്യങ്ങൾ. അപ്പോൾ വുളൂ മുറിയുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ് പാഠത്തിൻ്റെ പേര്. അപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. ഉത്തരം പറഞ്ഞെഴുതാം. അപ്പോൾ അതിൽ വുളൂ മുറിയുന്ന കാര്യങ്ങൾ. അപ്പോൾ വുളൂ മുറിയുന്ന കാര്യങ്ങൾ ഏതെല്ലാം എന്ന് നോക്കാം. വുളൂ മുറിയുന്ന കാര്യങ്ങൾ: മലമൂത്ര ദ്വാരങ്ങളിലൂടെ മനിയ് അല്ലാത്തവ പുറപ്പെടുക. അപ്പോൾ മലമൂത്ര ദ്വാരങ്ങളിലൂടെ മനിയ് അല്ലാത്ത എന്ത് പുറപ്പെട്ടു കഴിഞ്ഞാലും അവൻ്റെ വുളൂ മുറിയും. പിന്നെയോ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക, ഉറങ്ങുക, ഭ്രാന്ത്, ബോധക്ഷയം, മത്ത് മുതലായവ കൊണ്ട് വകതിരിവ് നീങ്ങുക. ഇനി മൂന്നാമത്തത് മുൻകൈയിൻ്റെ പള്ള കൊണ്ട് മനുഷ്യൻ്റെ ഗുഹ്യ സ്ഥാനം തൊടുക. മുൻകൈയിൻ്റെ പള്ള കൊണ്ട് മനുഷ്യൻ്റെ ഗുഹ്യ സ്ഥാനം തൊടുക. ഇനി നാലാമത്തത് വലിയവരായ അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ തൊടുക. അപ്പോൾ ഈ ഒരു പ്രവർത്തനങ്ങളിലൂടെയാണ് വുളൂ മുറിയുക. രണ്ടാമത്തത് ബുദ്ധിയുടെ വകതിരിവ്. രണ്ടാമത്തെ പ്രവർത്തനമാണ് ബുദ്ധിയുടെ വകതിരിവ് നഷ്ടപ്പെടുന്ന 4 കാര്യങ്ങൾ. ഏതൊക്കെയാണ്? ഉറങ്ങുക, ബോധക്ഷയം, ഭ്രാന്ത്, മത്ത്. ഇനി മൂന്നാമത്തെ ചോദ്യമാണ് മുൻകൈയിൻ്റെ ഏത് ഭാഗം കൊണ്ട് ഗുഹ്യസ്ഥാനം തൊട്ടാലാണ് വുളൂ മുറിയുക? ഏത് ഭാഗം കൊണ്ട് തൊട്ടാലാണ്? മുൻകൈയിൻ്റെ പള്ള കൊണ്ട്. അപ്പോൾ മുൻകൈയിൻ്റെ പള്ള കൊണ്ട് ഗുഹ്യസ്ഥാനം തൊട്ടാലാണ് വുളൂ മുറിയുക. ഇനി നാലാമത്തത് മക്കൾ മാതാപിതാക്കളെ തൊട്ടാൽ വുളൂ മുറിയുമോ? ഉത്തരം എന്താണ്? വുളൂ മുറിയില്ല. മക്കൾ മാതാപിതാക്കളെയും മാതാപിതാക്കൾ മക്കളെയും ഒന്നും തൊട്ടാൽ അവരുടെ വുളൂ മുറിയുകയില്ല. അപ്പോൾ ദുആ വസിയത്തോടെ നിർത്തുന്നു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.